നമസ്കാരം. ശ്രീരാഗത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കാലത്തിന്റെ ചക്രഗതിയിൽ ഗ്രഹനിലകൾ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ചില സമയങ്ങളിൽ അത് നമുക്ക് സൗഭാഗ്യത്തിന്റെ പൂമഴയായി മാറുമ്പോൾ, മറ്റു ചിലപ്പോൾ അത് കഠിനമായ പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒരു ഘട്ടമായി മാറും. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ എല്ലാം കൃത്യമായി നടക്കുന്നത്, പക്ഷേ ചില ദിവസങ്ങളിൽ എന്ത് ചെയ്താലും തടസ്സം മാത്രമാകുന്നത്? അതിന് പ്രധാന കാരണം ഗ്രഹനിലകളുടെ സ്വാധീനമാണ്. ഇപ്പോൾ വരാനിരിക്കുന്ന ഏപ്രിൽ മാസം ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട സമയമായി മാറുന്നു. അറിയാതെ വരുന്ന ചില പ്രശ്നങ്ങൾ, അപ്രതീക്ഷിതമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസിക സമ്മർദ്ദം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവയെല്ലാം ഒരുമിച്ച് വരാൻ സാധ്യതയുള്ള സമയം. പക്ഷേ ഭയപ്പെടേണ്ടതില്ല. ശരിയായ മുൻകരുതലുകളും ഒരു ലളിതമായ പരിഹാരവും ചെയ്താൽ ഈ ദോഷസമയത്തെ നമുക്ക് എളുപ്പത്തിൽ അതിജീവിക്കാനാകും. ഇന്ന് ഈ വീഡിയോയിൽ ഏപ്രിൽ മാസത്തിൽ കരുതൽ വേണ്ട 9 നക്ഷത്രക്കാരെക്കുറിച്ചും അവർ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്താണ് അവരുടെ പ്രശ്നങ്ങൾ, അതുപോലെ അതിനെ മറികടക്കാനുള്ള ശക്തമായ ഒരു പരിഹാരവും വിശദമായി നോക്കാം. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. ആദ്യമായി പറയുന്നത് പുണർതം നക്ഷത്രം. പുണർതം നക്ഷത്രക്കാർക്ക് ഈ സമയം സാഹസികത കുറയ്ക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ജലം, അഗ്നി എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ജാഗ്രത വേണം. സാമ്പത്തിക കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പണം വന്നാലും കയ്യിൽ നിൽക്കാതെ പോകുന്ന അവസ്ഥ. അടുത്തത് ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ മാസം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ആശുപത്രി സന്ദർശനങ്ങൾ വരെ വേണ്ടിവരും. അപ്രതീക്ഷിതമായ പണച്ചിലവുകളും അപമാന ഭീതിയും മനസ്സിനെ അലട്ടാം. രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് മനസമാധാനം കുറയുന്ന ഒരു സമയം. ചെറിയ കാര്യങ്ങൾ പോലും വലിയ വിഷമമായി തോന്നാം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. അവഗണിച്ചാൽ പ്രശ്നങ്ങൾ വർദ്ധിക്കാം. ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്ക് ചതിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. വിശ്വസിച്ച ആളുകൾ തന്നെ വഞ്ചിക്കാൻ സാധ്യത. മാനസികമായ നെഗറ്റിവിറ്റി കൂടും. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കുക. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർ അവിവേകമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഒരു നിമിഷത്തെ വികാരം ജീവിതം തന്നെ ബാധിക്കാം. കുടുംബാംഗങ്ങളുടെ സുരക്ഷയും ശ്രദ്ധിക്കണം. അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ, പ്രവർത്തനങ്ങളിൽ മന്ദഗതി, ശാരീരികമായി ക്ഷീണം അനുഭവപ്പെടാം. മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി കുറച്ച് കഠിനമായ സമയം. ചിലർക്ക് നഷ്ടങ്ങളും നേരിടേണ്ടി വരാം. പരാജയ ഭീതി മനസ്സിനെ അലട്ടാം. പക്ഷേ ധൈര്യം നഷ്ടപ്പെടരുത്. തൃക്കേട്ട നക്ഷത്രം. ഈ നക്ഷത്രക്കാർ വീഴ്ചകളും മുറിവുകളും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് യാത്രകൾക്ക് പോകുമ്പോൾ ജാഗ്രത വേണം. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അവസാനമായി ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാർക്ക് മാനസിക ധൈര്യം കുറയുന്ന ഒരു സമയം. കടക്കെണികളിൽ വീഴാനുള്ള സാധ്യത. അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ സൂക്ഷിക്കുക. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഈ ദോഷസമയത്തെ എങ്ങനെ അതിജീവിക്കാം. ഒരു ലളിതമായെങ്കിലും ശക്തമായ പരിഹാരമുണ്ട്. മാർച്ച് 31 അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിലോ ഇത് ചെയ്യാം. എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഒരു ചെറിയ ചുവന്ന തുണി എടുക്കുക. അതിൽ ഒരു പീട്ടി കറുത്ത എള്ള്, കല്ലുപ്പ്, കടുക്, ഒരു വറ്റൽമുളക്, ഇവ എല്ലാം ചേർത്ത് ഒരു കിഴി പോലെ കെട്ടുക. ശേഷം ദോഷമുള്ള വ്യക്തി കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കണം. ഈ കിഴി തല മുതൽ കാൽ വരെ ഘടികാര ദിശയിൽ 3 തവണ ഒഴിയണം. ഇത് ചെയ്യുമ്പോൾ മനസ്സിൽ പ്രാർത്ഥന ഉണ്ടാകണം. ശേഷം ഈ കിഴി അഗ്നിയിലിട്ട് ദഹിപ്പിക്കുക. അതിനുശേഷം ഒഴിഞ്ഞ വ്യക്തിയും സഹായിച്ച വ്യക്തിയും ഉടൻ കുളിച്ച് ശുദ്ധിയാവണം. ശിവനാമം ജപിച്ച് മഹാദേവനെ ഭജിച്ച് ഈ കർമ്മം പൂർത്തിയാക്കുമ്പോൾ ജീവിതത്തിലെ നെഗറ്റീവ് ഊർജങ്ങൾ അകന്നു സൗഭാഗ്യം വരാൻ വഴിയൊരുങ്ങും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നക്ഷത്രം കമന്റ് ചെയ്യൂ. നിങ്ങൾക്കായി പ്രത്യേകമായി ഫലം പറയാം. ശ്രീരാഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓണാക്കാൻ മറക്കരുത്. എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു ഏപ്രിൽ മാസം ആശംസിക്കുന്നു. നമസ്കാരം.